യുവാക്കൾ ധാർമ്മികമായി ജീവിക്കാൻ, അധാർമികതയിലേക്ക് യുവാക്കളുടെ വഴികൾ മാറിപ്പോകാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ സംസാരത്തിന്റെ വിഷയം. സാധാരണ ഒരു നാട്ടിലേക്ക് പ്രസംഗിക്കാൻ ചെല്ലുമ്പോ, ഏത് നാട്ടിലേക്കോട്ടെ, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് സ്ഥലമാവാം, വിദ്യാഭ്യാസമുള്ള സ്ഥലമാവാം, ഇല്ലാത്ത സ്ഥലമാവാം, ഏത് നാടാവാം, ഏത് നാട്ടിൽ പോയാലും ആ നാട്ടിലെ ഒരു കാരണവരെ നമ്മളെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഈ സ്റ്റേജിന്റെ ബാക്കിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയും, ഉസ്താദേ ഞങ്ങളെ കാത്തിക്കുന്ന ഒരു കാര്യം പറയാം. എന്തേ? അതെ, നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ വളരെ മോശാട്ടോ. എല്ലാ വേണ്ടാത്തരം തോന്നിയാസം, കള്ളും കഞ്ചാവും പെണ്ണും കൊലപാതകം മോഷണം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ പ്രസംഗത്തിൽ ആ വിഷയം ഒന്ന് പറയണട്ടോ. അല്ലെങ്കിൽ നമ്മളെ നമ്പർ അറിയുന്ന ആളാണെങ്കിലേ ഒരു 4 ദിവസം മുമ്പ് വിളിക്കും, ഉസ്താദേ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ സ്ഥലത്ത് ഒരു പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ പരിപാടിയിൽ ഒരു കാര്യം പ്രത്യേകം പറയണം കേട്ടോ. എന്താണ്? നമ്മളെ ചെറുപ്പക്കാരെ കാര്യം ആ കഷ്ടട്ടോ. ഇത് പറയാത്ത ഒരു നാടും ഉണ്ടായില്ല. സത്യത്തില് ഈ ചെറുപ്പക്കാരെന്ന് പറഞ്ഞ ആരാണ്? എവിടുന്നാണോന്നറിയാതെ ഒരു സുപ്രഭാതത്തില് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് പറന്നിറങ്ങിയ സൃഷ്ടികളാണ്. പറക്കും തടികയിൽ വന്ന് ഇറങ്ങിയോല ആകാശത്തുനിന്ന്, കൊടും കാടിറങ്ങി വന്ന ആൾക്കാരാ അല്ലല്ലോ. ചെറുപ്പക്കാര് എന്ന് പറഞ്ഞ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന സംഘത്തിലേക്ക് നോക്കുക. ഇന്നലെ വരെ നമ്മുടെ മടിയിൽ കിടന്ന്, നമ്മുടെ താടിയിൽ പിടിച്ച്, നമ്മുടെ കവള തുമ്മ വെച്ച്, നമ്മുടെ വിരല് പിടിച്ച് കൂടെ നടന്ന് രാത്രി കിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് തല വെച്ച് കിടന്നില്ലെങ്കിൽ ഉറക്കം വരാതിരുന്ന നമ്മുടെ മക്കളാണ്. ഇന്നലകളിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണവർ. അവരാണ് ഇന്ന് നമ്മൾ ഭയപ്പാടോടുകൂടി വിരൽ ചൂണ്ടുന്ന യുവത്വം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ സമൂഹമായി മാറിയത്. ഇന്നലകളിൽ നമ്മുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിച്ചും കളിച്ചും ജീവിച്ച നമ്മുടെ മക്കളാണവർ. എവിടെ വെച്ചാണ്, ഏത് വഴിയിൽ വെച്ചാണ് അവർ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ജീവിത വഴിയിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് എവിടെ വെച്ചാണ് അവർ വഴിമാറിപ്പോയത്? നമ്മുടെ കൺമുമ്പിലാണ് അവർ വളർന്നത്, നമ്മുടെ മുമ്പിലാണ് അവർ ജീവിച്ചത്, നമ്മുടെ അറിവിലാണ് അവർ ജീവിച്ചത്. എവിടെ വെച്ചാണ് അവർ അവരുടെ വഴിയൊന്ന് മാറിപ്പോയത്? ഇത് പറയുമ്പോ തീർച്ചയായും എനിക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ യുവത്വം എവിടെയെങ്കിലും വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ നാട്ടിലെ മാതാപിതാക്കൾക്കോ കാരണവന്മാർക്കോ മതരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ മാറി നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം അവരാണ്, അവരുടെ പ്രവർത്തനങ്ങളിലെ ചില വൈകല്യങ്ങളാണ് ഈ രൂപത്തിലുള്ള തലമുറയെ നമ്മുടെ നാട്ടിൽ വാർത്തെടുത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കഴിവുകേട്, നമ്മുടെ പരിചരണമില്ലായ്മ, നമ്മുടെ ശ്രദ്ധയില്ലായ്മ, പണത്തിനോടുള്ള നമ്മുടെ കൊതി, ഇതൊക്കെയാണ് തലമുറയെ വഴിമാറ്റിയത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് നമ്മുടെ ഗാന്ധിജി പറഞ്ഞത്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംസ്കരിക്കുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസം. അതന്ന് ഇന്നത്തെ വിദ്യാഭ്യാസം എന്താ? ഇവിടെ 2 വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബോർഡിൽ നിങ്ങളുടെ വിദ്യാർത്ഥിക്ക് ഏറ്റവുമേറെ ശമ്പളം കിട്ടുന്ന, ഏറ്റവും കുറഞ്ഞ കാലപരിധിയുള്ള, സ്വദേശത്തും വിദേശത്തും എമ്പാടും ജോലി സാധ്യതയുള്ള, ഒരു മാസം 10 ലക്ഷം ഉറുപ്പിക ശമ്പളം വാങ്ങിക്കൊടുക്കുന്ന ഒരു ജോലി ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നു. തൊട്ടടുത്ത ബോർഡ് സ്വഭാവം സംസ്കരിച്ച് നല്ല സ്വഭാവമുള്ള സംസ്കാരമുള്ള കുട്ടികളായി നിങ്ങളുടെ കുട്ടികളെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നു. 2 സ്ഥാപനത്തിന്റെ മുമ്പിൽ അഡ്മിഷൻ സമയത്ത് നിങ്ങളൊന്ന് പോയോക്കണ്ടി. ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ തിക്കും തിരക്കും, പോലീസുകാർ ലാത്തി വീശ, മറ്റേ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഈച്ചയായിട്ട് ഇങ്ങനെ കുത്തിരിക്കുണ്ടാവും. ഏത് സ്ഥാപനത്തിന്റെ മുമ്പിലാ തിരക്ക് എന്നറികള്? ലക്ഷം ശമ്പളം കിട്ടുന്ന സ്ഥാപനത്തിന്റെ മുമ്പിൽ മറ്റേ മുമ്പിൽ ആളുണ്ടാവില്ല. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ഒരു പട്ടണത്തിലൂടെ നോമ്പിനിങ്ങനെ സഞ്ചരിക്കുമ്പോഴേ ബസ്സിലിന്റെ അടുത്തൊരാൾ, അയാൾ എനിക്ക് പരിചയമല്ല, ബസ്സിലിന്റെ കൂടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളിങ്ങനെ യാത്രയിൽ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അറിയും, യൂട്യൂബിലൊക്കെ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സംസാരം. പിന്നെ അയാളെ സോയിൽ, ഞാൻ എൻ്റെ സോയിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അയാൾ എനിക്ക് രസകരമായ ഒരു കാഴ്ച കാണിച്ചിട്ടാണ്. റമളാൻ മാസാട്ടോ. റമളാൻ മാസത്തില്
നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പട്ടണത്തില് 2 ഷോപ്പുകൾ. ഒരു ഷോപ്പിന്റെ മുമ്പിൽ ഒരു ബോർഡ്, നോമ്പ് തുറക്കാവശ്യമായ 36 വിഭവങ്ങൾ. നോമ്പ് തുറന്ന സാധനം ഇത്ര വലിയ അലമാരിയിൽ പൂട്ടിയതെന്ന് ആരും മനസ്സിലാക്കൂല. അത് തുറക്കണമെങ്കിലേ 36 വിഭവം. സാധാരണ ബാങ്കിലൊക്കെ 10-12 താക്കോലുകൊണ്ടൊക്കെ തുറക്കണ ഖജനാവ് നമ്മൾ കേട്ടിക്കണ്. ഇത് 36 വിഭവം കൊണ്ട് തുറക്കണമെങ്കിൽ ഭയങ്കര പൂട്ടന്നെ പൂട്ടിയേ. പ്രശ്നമല്ല, ഈ 36 വിഭവങ്ങൾ മുട്ടക്കറി മുട്ട ഇന്നക്കായി അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിന്റെ അപ്പുറത്ത് ഒരു ബുക്ക് സ്റ്റാളാണ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മുസ്ഹഫുകൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, മതപുസ്തകങ്ങൾ എന്നിവ ലഭ്യമാണ്. ഞാൻ രസം, ഈ 36 പലഹാരക്കടന്റെ മുമ്പിലെ ഒരു തിരക്ക് കാണണം. ഒരു 5-8 ആൾക്കാർ സാധനം എടുത്തു കൊടുക്കാണ്ട്, സമയം 3 മണി, ഒരു 5-8 ആൾക്കാർ സാധനം എടുത്തു കൊടുക്കാണ്ട്, ഓൾക്ക് സമയം ആൾക്കാർ തെക്കല്ലേ വാങ്ങിക്കൊണ്ടുപോകുക. അപ്പുറത്തെ ബുക്ക് സ്റ്റാളിലെ ആള് ഞാൻ കാണുന്ന സ്റ്റോപ്പിൽ നിന്ന് ആ ബസ് പോണ വരെ താടിക്ക് കയ്യും കൊടുത്താ ഇരുത്തം ചിലപ്പോ അയാൾ രാവിലെ ഇരുന്നതേക്കാരം. ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് നോക്കിയേ ചെയ്യണില്ല. നോമ്പ് തുറക്കാനുള്ള 36ന്റെ തിരക്കത്തിലെ അറിയങ്ങള് അതേപോലെ തിരക്കുമ്പോഴേ എവിടെ ഒരു മാസം 1,00,000 ഉറുപ്പിക ശമ്പളം കിട്ടുന്ന, ജോലിക്ക് വേണ്ടി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളുടെ ഒഴുക്കല്ലേ. നമ്മുടെ കുട്ടികളെ എത്രയും പെട്ടെന്ന് ഏറ്റവും തോനെ കാശ് കിട്ടുന്ന ATM-കളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നമ്മളൊക്കെ നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് അവന്റെ ജീവിതം എന്താണ്, സ്വഭാവം എന്താണ്, സംസ്കാരം എന്താണ്, അത് നമുക്കൊരു പ്രശ്നമല്ല. രാവിലെ തന്നെ ഒരു കാക്കണ്ടേ ഓടിപ്പാഞ്ഞിന്റെ വീട്ടുമുറ്റത്ത്, ശാക്കര എന്തേ, അയാൾക്ക് പറയാൻ വയ്ക്കണില്ല, വാക്ക് കെട്ട് വരുന്നില്ല. അപ്പൊ എന്തറിയോ അയാൾ പറഞ്ഞു വന്നത്, ഇന്നലെ അന്തിക്ക് അയാളെ മോന് കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഞാൻ തന്നെ അമ്പരന്നു. മൂപ്പര കഥ പിന്നല്ലേ, കാരണം അത്ര നല്ല കുട്ടിയെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പുറത്തേതോ സംസ്ഥാനത്ത് ഏറ്റവും നല്ല ഒരു സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തുകൊണ്ട് ചേർത്തു എന്നില്ല ഞാൻ കേട്ടിനി. ആ കുട്ടിനെ പറ്റിയായി ബാപ്പ പറഞ്ഞേ, എന്റെ മകൻ കള്ളു കുടിച്ച് വീട്ടിൽ വന്നു വൈകുന്നേരം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നിയതേക്കാരം. അല്ല ഉസ്താദേ, അത് ഞാൻ കണ്ടതാണ്. എന്റെ ഭാര്യ ബോധം കെട്ട് വീണ് ഇപ്പോഴും ശരിയായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ മോനെ. ഞാൻ ആ വീട്ടിക്ക് ചെല്ലുമ്പോ എനിക്കതൊരു പ്രശ്നം, എങ്ങനെയപ്പോ ഞാൻ ആ വീട്ടിക്ക് കയറുക? കാരണം മരിച്ച പേരമായിരിക്കല്ലേ. ആകെയുള്ളൊരു മകൻ കള്ളു കുടിച്ചു എന്ന് ബാപ്പിയമ്മയും ബോധം കെട്ട് പറയുമ്പോ അതിന്റെ ഭീകരാവസ്ഥ എന്താ? ഞാൻ ചെല്ലുമ്പോ ഈ കുട്ടിയുണ്ട് വീടിന്റെ സിറ്റ് ഔട്ടിൽ തിണ്ണയിൽ ചോരും ചാരി ഇങ്ങനെ ഇരിക്കുക. എനിക്ക് അങ്ങോട്ട് കയറാൻ മടിയായതുകൊണ്ട് ഞാൻ ഓനെ അങ്ങനെ വിളിച്ചു, മോനെ വാ. ഓൻ വളരെ കൂളായിട്ട് ഇറങ്ങി വന്ന്, ഇജ്ജ് കള്ളു കുടിച്ചോന്ന് ചോദിക്കാൻ എനിക്ക് പേടി. ഞാൻ ഓനോട് പഠനകാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ പതുക്കെ മെല്ലെ സോഫ്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചു, അല്ല എന്നെപ്പറ്റി എൻ്റെ ബാപ്പ എന്നല്ല എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ. കുട്ടി വളരെ കൂളായിട്ട് എന്നോട് തിരിച്ചു ചോദിച്ചു, ഞാൻ കള്ളു കുടിച്ചു എന്നല്ല ബാപ്പ പറഞ്ഞേ? അതെ, കുടിച്ചോ? ആ, ഞാൻ ഇന്നലല്ല പലവട്ടം കുടിച്ചു, പക്ഷെ ഇന്നലെ ഒരു അബദ്ധം പറ്റി, ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ കുടിച്ചു, അത് പ്രശ്നമായി. ഞാൻ അവന്റെ കുപ്പായത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, എടാ ഇതെന്റെ ബാപ്പാനും ഉമ്മാനൊക്കെ മറന്നില്ലേ? എത്ര കഷ്ടപ്പെട്ടാണ് ആ ബാപ്പി ഉമ്മി എന്നെ പോറ്റിന് എനക്കും വേണ്ടി പ്രാർത്ഥിക്കണേ, ഈ ജോലം മറന്നു കളഞ്ഞില്ലേ? എന്റെ കൈ വിടുവിച്ചിട്ട് ആ മകൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്നെ കള്ളുടിയനാക്കിയതേ എന്റെ ബാപ്പയാണ് എന്നെ കള്ളുടിയനാക്കിയത്. അന്തം വിട്ട് വീപ്പയക്കാനും പോലും പറ്റാതെ ഇങ്ങനെ നിൽക്കണം എന്നോട് മോൻ കഥ പറയണേ. 5 വക്തും പള്ളിക്ക ബാങ്ക് കേട്ടാ വന്ന് നിസ്കരിക്കണ കുട്ടീനെ ഏതോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൊണ്ടയാക്കി അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലാക്കി പോരാ നേരത്തെ ഈ കുട്ടി വീട് വിട്ടിരിക്കുന്ന പ്രശ്നമുണ്ട്, സങ്കടമുണ്ട്. ആ സങ്കടത്തോടു കൂടി ബാപ്പാനോട് ചോദിച്ചു, ബാപ്പ ഇവിടെ എവിടെയെങ്കിലും പള്ളി ഉണ്ടാകുമോ അവരെ അടുത്ത്? ബാപ്പ പറഞ്ഞു, അതൊക്കെ ഇവിടെ കുറച്ച് ദിവസം നിൽക്കുമ്പോ എനിക്ക് മനസ്സിലാവും, ചോദിച്ചറിഞ്ഞാ മതി, ഞാൻ പോട്ടെ, വീട്ടിൽ ഒറ്റക്കല്ലേ. ബാപ്പ പോന്ന്. വൈകുന്നേരം ഈ കുട്ടി അതേ ക്യാമ്പസിലുള്ള മുതിർന്ന ഒരു കുട്ടിയോട് ചോദിച്ചത്രേ, പള്ളി എവിടെയാണ്? അവന് കിട്ടിയ മറുപടി ചെകിടടക്കി ഒരൊറ്റ അടിയാണ്, പൊന്നീച്ച പറഞ്ഞ അടി. എന്നിട്ട് പറഞ്ഞു, ഇനി മേലെ ചോദിക്കരുത് ഈ ചോദ്യം. ഓ നിർത്തി. അന്നന്തിക്കോൻ ബാപ്പാക്ക് ഫോൺ ചെയ്ത്, ബാപ്പ ഇവിടെ പള്ളിയില്ല, ബാങ്കുമില്ല, ഒരു വസ്തുവില്ല, നിസ്കാരമില്ല, ഞാൻ ഇവിടെ നിൽക്കണില്ല,
ബാപ്പാന്റെ മറുപടി ആ മകനോട് പറഞ്ഞേ, അന്നെ ഞാൻ അവിടെ കൊണ്ടാക്കിയത് നിസ്കരിക്കാനല്ല, നിസ്കരിക്കാൻ നമ്മളെ നാട്ടിൽ പള്ളി ഉണ്ടായിനി. അന്നെ ഞാൻ കൊണ്ടാക്കിയത് പഠിക്കാനാ. മര്യാദക്ക് അവിടെ നിന്ന് പഠിച്ചോ, എന്തെങ്കിലും പറഞ്ഞിങ്ങോട്ട് പോന്ന കാല് ഞാൻ മുറിക്കും. മകൻ നിർത്തി. ബാപ്പാന്റെ സ്വഭാവം ശരിക്കറിയുന്ന മകനായതുകൊണ്ട് പിന്നെ അപ്പരാതി പറഞ്ഞിട്ടില്ല. ആ കുട്ടി പറയണേ, അതെ, ഞങ്ങളെ ഹോസ്റ്റൽ റൂമില് 2 ബെഡുകള്, താഴെ മേലെ 4 ആളുണ്ട് കിടക്കും. അതിൽ ഒരു ബെഡിന്റെ താഴെയാണ് എനിക്കുള്ള സ്ഥലം. ബാക്കി ബെഡിലുള്ള 3 ആളും ഉറങ്ങിയെന്ന് ഉറപ്പായാൽ ഞാൻ മെല്ലെ ബാത്റൂം പോയിട്ട് ഒതുണ്ടാക്കി വന്നിട്ട്, എന്റെ ബെഡിൽ നിൽക്കാൻ പറ്റൂല, ഇരിക്കാനേ സ്ഥലമുള്ളൂ, ഇരുന്നിട്ട് ഞാൻ നിസ്കരിക്കും. ഏതാണ് കിബിലാന്ന് എനിക്കറിയില്ല. എന്റെ ബെഡിന്റെ ആ ഭാഗത്തേക്ക് ഞാൻ നിസ്കരിക്കും. 5 നിസ്കാരം ഒപ്പം നിസ്കരിക്കും. സുബൈ, ദൂർ, അസർ, മഗ്രിബ്, ഇശാ. എന്നിട്ട് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പടച്ചോനെ വേറെ മാർഗം എനിക്കില്ല, ഇത് സ്വീകരിക്കണേ റബ്ബേ. കുട്ടിയെ ഒരിക്കൽ അവന്റെ റൂമിലുള്ള മറ്റു 3 ആളും കുടിക്കും അത്രേ. പല സമയത്ത് ഇവനെ വിളിക്കും, അടയ്യു വരണോ? എനിക്ക് വേണ്ട. ഓൻ ചോറിനോട് ഇങ്ങനെ ഓൻ പറയാണ്, ഓല് കുടിച്ച കള്ളിന്റെ കുപ്പി കാണുന്ന എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ചോറിനോട് ചേർന്ന് കിടന്ന് ഉറങ്ങിയതുപോലെ കിടക്കും അത്ര ഇവര് കുടിക്കുമ്പോ. ഇവരിവനെ കുളിക്കാൻ വിളിച്ചു, ചെന്നില്ല. ഒരു ദിവസം ഇവർക്ക് 3 ആൾക്കും ഒരു തമാശ തോന്നി. ഇവനെ ബലം പ്രയോഗിച്ച് ഹോസ്റ്റൽ റൂമിന്റെ നടു കിടത്തിയിട്ടേ ഈ കുപ്പി പൊട്ടിച്ചിട്ട് ഇവന്റെ മുഖത്ത് കൂടെ ഒഴിച്ചു കൊടുത്തു. ക്യാമ്പസിലെ തമാശയാണ്. കണ്ണിലും മൂക്കിലും കാതിലൊക്കെയും മദ്യം കയറിയിട്ട് ശ്വാസം കിട്ടാതെ കുരശി കുട്ടി അടങ്ങാറായി. അന്നന്തിക്ക് ബാപ്പാക്ക് ഫോൺ ചെയ്ത്, ബാപ്പ അവിടെ നിൽക്കാൻ പറ്റൂല, ഞാൻ പോരാണ്. ബാപ്പ പറഞ്ഞു, മര്യാദക്ക് അവിടെ നിന്നോ, വല്ല പരാതി ഉണ്ടെങ്കിൽ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാ, എന്നോട് പറയണ്ട, ഇങ്ങോട്ട് വന്നാൽ ശരിക്കും ഞാൻ എന്നെ. ഇതൊക്കെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാല് അന്നത്തോടു കൂടി തൻ്റെ തല ശിരസെന്ന് മുറിഞ്ഞു പോകുന്ന ആ കുട്ടിക്ക് ഉറപ്പാ. ഓ മിണ്ടിയില്ല. പിന്നെയും 1-2 വട്ടം ഇത് ആവർത്തിച്ചപ്പോ ഓന് തോന്നി അത്രേ, ഞാൻ എന്തിനാ ഇടങ്ങാറാണ്, എൻ്റെ ബാപ്പാക്കിൻ്റെ വേണ്ട, ഉമ്മാക്കിൻ്റെ വേണ്ട, അതെന്തിനാ ഞാൻ ഇടങ്ങാറാണ്. ഓരൊപ്പം ഓനോട് ഇരുന്നു. അന്ന് തുടങ്ങിയതാ. ഓൻ പറയാ, ഇപ്പൊ ഇതുവരെ ഞാൻ കുടിക്കലുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ കുടിക്കല്ല. ഇന്നലെ കുടിച്ചു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്നെ കള്ളുടിയനാക്കിയത് ആരാ? സ്വന്തം മക്കളെ പണത്തോടുള്ള വല്ലാത്ത കൊതി കൊണ്ട് കൈവെട്ട് കണ്ണെത്താ ദൂരത്തിലേക്ക് പറഞ്ഞയച്ച് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് അങ്ങാടിയിലും ജനക്കൂട്ടത്തിലും അഹങ്കരിക്കുമ്പോ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കണോ നമ്മുടെ മക്കളുടെ ദീനിനെ കുറിച്ച്, അവരുടെ സംസ്കാരത്തെ കുറിച്ച്, അവരുടെ ഈമാനെ കുറിച്ച്, അവരുടെ മതബോധത്തെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചോ? ഇല്ല. അതെ, പണത്തിനോടുള്ള വല്ലാത്ത ആർത്തിയിൽ പണമുണ്ടാക്കുന്ന യന്ത്രങ്ങളായി സ്വന്തം മക്കളെ വാർത്തെടുക്കാനുള്ള നമ്മുടെ കണ്ണില്ലാത്ത ശ്രമത്തിന്റെ ഭാഗമാണ് സംസ്കാരവും ധാർമ്മികതയും അറിയാത്ത ഒരു തലമുറ നമ്മുടെ മുമ്പിൽ രൂപപ്പെടാനുള്ള കാരണം. നമ്മുടെ ചെറുപ്പക്കാരും മോശക്കാരല്ല. അവർക്ക് മുമ്പിൽ നന്മയുടെ വഴിയുണ്ടെങ്കിലേ ആ വഴിയിലൂടെ അവർ പോകും. ഇന്നിപ്പോ നോക്കൂ, രാജ്യത്ത് ഈ മതേതരത്വത്തിനെ കളങ്കപ്പെടുത്തുന്ന നിയമം വന്നപ്പോ അതിനെതിരെ ആദ്യമായി പോരാട്ടത്തിന്റെ തീക്കനലുകളിലേക്ക് ഇറങ്ങിയത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല, ഈ കുട്ടികളാ. 15, 18, 20, 25 വയസ്സുള്ള ഉന്നത പാഠശാലകളിൽ ഉന്നത തലങ്ങളിൽ പഠിക്കുന്ന, ജയിച്ചാൽ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന, ജോലിക്ക് അർഹരാകുന്ന ആ മുത്തുപോലത്തെ മക്കളാ ഡൽഹിയുടെ 0 ഡിഗ്രിക്ക് താഴെയുള്ള തണുപ്പിൽ റോഡിൽ കമിഴ്ന്നു കടന്ന് സമരം നടത്തുന്നത്. നന്മയിലേക്ക് അവരെ വിളിച്ചാൽ അവർ വരും. നന്മയുടെ മാർഗത്തിലേക്ക് കൈപിടിച്ചാൽ പോരും. അവർക്ക് വാശില്ല, പക്ഷെ കൈപിടിക്കാൻ ആളുണ്ടായില്ല, വിളിക്കാൻ ആളുണ്ടായില്ല, പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിട്ടില്ല. ഇല്ല, എല്ലാവരും ചെറുപ്പക്കാരെ. ഓൻ ചെറുപ്പക്കാരാവും വേണ്ട, ഓനെങ്ങാനും സെക്രട്ടറി ഓനൊക്കെ ചെറിയ പ്രായത്തിലല്ലേ, ഓനൊക്കെ സെക്രട്ടറി ആക്കാൻ പറ്റുമോ? വല്ല വയലിനും 10 കുട്ടികൾ വന്നുകാണ്ട് ഈ മുമ്പിലെ വരിയിൽ ഇരുന്നാലേ കാക്കാർ ചൂടാവും. നിങ്ങൾ ഇവിടെ ഇരിക്കുക, അവിടെ പോയിട്ട് ആ ചോറും മറ്റുമൊക്കെ നോക്കി നിങ്ങൾ ഇവിടെ ഒന്ന് കുത്തിരിക്കുക, പോയേ. എന്നിട്ട് ആരാത് കേൾക്കാരങ്ങള് 921 മുതൽ വയലേക്കാൻ തുടങ്ങിയ ആൾക്കാരുണ്ടാവും. ഓലപ്പോഴും കേൾക്കണേ. ഇത് കേൾക്കേണ്ട ആൾക്കാരുണ്ടല്ലോ, ഓല പന്തൽ കെട്ടാനും കസാല ഇടാനും ചോറ് വിളമ്പാനും ഓല പോയൊന്ന് ആട്ടിയാണ് വിട്ട്. പിന്നെ ആരാ പോൽക്കത് കേൾപ്പിച്ചു കൊടുക്കുക? ആരാ ഓൽക്കത് പറഞ്ഞു കൊടുക്കുക? ആരാണ് ഓല ഈ മതത്തിന്റെ മക്കളെ വഴി ഇതാണെന്ന് ആരാ ഓൽക്ക് പറഞ്ഞു കൊടുക്കുക?
ബാപ്പിയമ്മയാണ് ഇപ്പൊ ഈ ലോകത്ത് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ സംരക്ഷണം. വേറെ ആരും നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ആരും എവിടെ വെച്ചും എപ്പോഴും ചതിക്കപ്പെടാം, എപ്പോഴും ചതിക്കപ്പെടാം. നമ്മുടെ നാട്ടില് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞൊരു കണക്കുണ്ടേ. പോക്സ്പോ കേസുകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പേരാണ്. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ അതിന്റെ പേരിൽ എടുക്കുന്ന കേസാണ്. ഈ കേസുകൾ മുൻ വർഷത്തെക്കാളേറെ ഈ വർഷം ഒരുപാട് കൂടിക്കണത്രേ. ഒരുപാട് കൂടിക്കണത് മാത്രമല്ല പ്രശ്നം. പോലീസ് പറയുന്നത് പോക്സ്പോ കേസുകളിൽ കേസെടുത്ത കേസുകളിൽ 80% കേസുകളിലും പ്രതികൾ കുടുംബക്കാരോ ബന്ധുക്കളോ വീടും കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരോ ആണ്. എങ്ങനെ? നമ്മളെ കുട്ടികളെ പീഡിപ്പിച്ചിട്ട് പോലീസ് കേസെടുത്ത കേസിലെ പ്രതികളിൽ 80% കുടുംബക്കാരോ കൂട്ടക്കാരോ ആണെന്നാ. കുടുംബക്കാരും കൂട്ടക്കാരും ഇങ്ങനെ ഒരു പീഡന കേസ് പെട്ടാലേ 90% കേസിലും നമ്മൾ കേസ് കൊടുക്കൂല. കാരണം മാനക്കേടല്ലേ, തറവാടിന് ചീത്തപ്പേരല്ലേ. നമ്മളെന്നെ പറഞ്ഞു ഒതുക്കിങ്ങാണ്ട് ആ കേസ് പിരിച്ചുവിടില്ല. ഒരു 10% അത് കോടതിയിലെത്തുള്ളൂ. ആ കോടതിയിലെത്തിയ കേസിലെ 80% അന്യരല്ല. ഈ നാട്ടില് കഞ്ചാവ് വലിച്ച് ഏതെങ്കിലും ഓവാലത്തിന്റെ താഴെ കൗത്തൊടിഞ്ഞ് അങ്ങനെ കുത്തിരിക്കണ താടി മുടി നീട്ടിയ സാധനം ഉണ്ടല്ലോ, ഓന് നമ്മളെ വീട്ടിൽ കയറി വന്ന് നമ്മളെ മോളെ പീഡിപ്പിക്കാനോ നശിപ്പിക്കാനോ പറ്റൂല. ഓൻ നമ്മളെ വീടിന്റെ വൈക്ക് വരുമ്പോ തന്നെ ആൾക്കാർ നോക്കേ, എന്താണ് ആ ദജ്ജാൽ ആ വൈക്ക് പോണേ. ഓൻ നമ്മളെ വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോ അയലോക്കക്കാർ വരൂലേ, എന്താണ് എനിക്ക് ഇവിടെ പോണ അവിടുന്ന്. നമ്മളെ മകളെ ഓനൊന്നും ചെയ്യാൻ പറ്റൂല. എന്നാല് നമ്മളെ വീട്ടിന്റെ ഉള്ളില് ചോറ് കൊടുത്ത് ബെഡ് വിരിച്ചു കൊടുത്ത് തലക്കടി വെച്ചു കൊടുത്ത് ഫാൻ ഇട്ട് കൊടുത്ത് നാ കിടന്നുറങ്ങിക്കട്ടോ രാവിലെ നീക്കട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ വാതിൽ ചാരി പുറത്തേക്ക് വരുന്നവൻ നമ്മുടെ മകളെ പീഡിപ്പിക്കാൻ വിചാരിച്ച് ആർക്കത് തടയാൻ പറ്റുക? അവിടെ തടയാനുള്ള ഒരൊറ്റ വഴി ധാർമ്മികതയും സംസ്കാരവുമായിരുന്നു. അതങ്ങോട്ട് പോയി. പിന്നെ ആരാ ഓനെ തടയുക? നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഇത്തരം അധാർമികതകൾക്കെതിരെ എന്തൊരു രോഷാലേ. അവർക്കൊക്കെ രോഷം കൊള്ള എന്ത് അധികാരമുള്ളത് നിങ്ങൾക്കറിയോ? നമ്മുടെ നാട്ടിലെ ഒരു തലമുറയെ ഈ ലൈംഗിക അരാജകത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയത് ഈ പത്രങ്ങളും ഈ ടി വിയൊക്കെയാണ്. അതിന്റെ കാരണം എന്താ അറിയോ? ഈ ചെറിയ പരസ്യങ്ങളിൽ പോലും സ്ത്രീകളുടെ ലൈംഗികത പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങളും രംഗങ്ങളും അതിങ്ങനെ കാണിച്ചേ. ലോകത്തൊരു പ്രത്യേകത ഉണ്ട്. ഒരു പെണ്ണിന്റെ ശരീരം കാണുമ്പോ അതൊരാണില് ലൈംഗികമായ ഒരു ത്വരയുണ്ടാക്കും. അവന്റെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉണ്ടാക്കും. ആ ഹോർമോണിന് 2 പ്രത്യേകത ഉണ്ട്. ആ ലൈംഗിക ഹോർമോണുകൾ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാക്കുന്നതിനോട് കൂടെ തന്നെ ക്രിമിനൽ മനോഭാവം ഉണ്ടാക്കുന്ന, ക്രിമിനൽ മനോഭാവം ലൈംഗിക മനോഭാവം ഈ ഹോർമോൺ ഒറ്റക്കുണ്ടാക്കുന്ന. മൂട്ടപ്പൊടിന്റെ ചിത്രം, മൂട്ടപ്പൊടിന്റെ പാക്കറ്റ് 10 റുപ്യക്ക്. ഈ മൂട്ടാറിന സാധനല്ലേ, നമ്മൾ കിടക്കുന്ന കട്ടിലൊക്കെ നമ്മളെ ചോര കുടിക്കുന്ന മൂട്ട. ആ മൂട്ടനെ കൊല്ലാനുള്ള മരുന്നുള്ള മൂട്ടപ്പൊടി. മൂട്ടപ്പൊടിന്റെ 10 റുപ്യന്റെ പാക്കറ്റ് വാങ്ങിയപ്പോഴേ അതിന്റെ പാക്കറ്റിന്റെ പുറത്തുള്ള ചിത്ര ഏതാരങ്ങള് ഒരു പെണ്ണിന്റെ പുക്കിൾ കൊടിയുള്ള പെണ്ണിന്റെ വയറിന്റെ പെണ്ണിന്റെ ചിത്ര. എന്താ ഈ മൂട്ടി ഈ പുക്കിൾ കൊടി തമ്മിൽ എന്താ ബന്ധം? ഈ മൂട്ട പാർക്കണ സാധനം മൂട്ടപ്പൊടി വിൽക്കാൻ എന്തിനാ പെണ്ണിന്റെ ഫോട്ടോ? അതെ, പെണ്ണിന്റെ ശരീരത്തിനെ അതൊരു വിൽപ്പന ചരക്കാക്കി മാറ്റി പരസ്യങ്ങളും പ്രോഗ്രാമുകളും ചിത്രങ്ങളും സിനിമകളും സീരിയലുകളും ആൽബങ്ങളുമായി മാധ്യമങ്ങളും ചാനലുകളും അഴിഞ്ഞാടിയപ്പോഴേ അയിമക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ വൃത്തികെട്ട തോന്നിവാസങ്ങൾ അടിഞ്ഞുകൂടുക. അതിങ്ങനെ മൂർധാവസ്ഥയിൽ നിൽക്കുമ്പോ ഓന്റെ മുന്നിൽ കൂടെ 2 വയസ്സുള്ള ഒരു പെൺകുട്ടി വെറും ഒരു അണ്ടർവെയർ ഇട്ട് നടന്നു പോകുമ്പോഴേ ഓനാ കുട്ടിന്റെ വയസ്സല്ല കാണണേ, ഓനാ കുട്ടിന്റെ ശരീര കാണണേ. കോരിയെടുത്ത് ആളില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് നമ്മൾ വഴിവക്കത്ത് കാണുന്നതേ ജീവൻ നഷ്ടപ്പെട്ട് ചോര കട്ട പിടിച്ച് ശരീരത്തിലൂടെ കറുത്ത ഉറുമ്പുകൾ അരിക്കുന്ന കുട്ടിയുടെ ശരീര കാണണേ. ആ കൊലപാതകത്തിന് പിന്നിൽ അവൻ മാത്രമല്ല, അവന്റെ മനസ്സിൽ യുക്തികേട് കുത്തിവെച്ച ഈ മീഡിയ ഉണ്ടല്ലോ, അതും അതിന്റെ ഉത്തരവാദിയാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊരു ലേഖനം വായിച്ചേ, ഞാൻ 9 മണിക്ക് നിർത്തിട്ട. അടുത്ത കാലത്തൊരു ലേഖനം വായിച്ച് ആ ലേഖനത്തിലെ ഒരു പ്രധാന വിഷയം തരങ്ങള്
കുടുംബത്തിൽ മിക്ക കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ശരിക്കല്ല, ഒത്തിങ്ങനെ പോണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടറിയോ? ഒരു പോത്തുംകുട്ടിനെ കറുത്തുകാണ്ട് നാട്ടിൽ കല്യാണം നടത്തിയതല്ലേ, അപ്പൊ നമ്മൾ പിരിയാന്ന് പറഞ്ഞാല് അതൊരു വലിയ പ്രശ്നമാവൂലേ? അതുകൊണ്ട് ഓലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക, മാനസികമായിട്ട് അകന്നുകൊണ്ടാ. എന്താ ഇതിന് കാരണം എന്നറിയോ? ഒന്ന്, ഈ ഭർത്താവിൽ ഭാര്യ തൃപ്തയല്ല. രണ്ട്, ഭാര്യയിൽ ഭർത്താവ് തൃപ്തയല്ല. ഞാനിപ്പോ ഈ കഴിഞ്ഞ വർഷത്തിലെ ഒരു മാസം ഞങ്ങൾ നോക്കി, ഒരു 6 കേസുകള് നമ്മൾ സംസാരിച്ച് നമ്മളെടുത്ത് വന്ന് പറഞ്ഞു. 6 കേസും കല്യാണം കഴിഞ്ഞ് 5 വർഷം ആയിട്ടില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ കേസാണ്. ഈ 6 കേസിലും ഭാര്യയും ഭർത്താവും ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് പിരിയണം. നമുക്കിടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങള്, കുടുംബത്തില്, ബന്ധങ്ങളില്, മക്കള് ഒക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുക. സത്യത്തിൽ ഇത് ഒരാളോടൊന്നൊരു അരമണിക്കൂർ തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ സംസാരിക്കാൻ നേരല്ല, അത് കേൾക്കാൻ ആളില്ല. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് സെന്ററുകൾ നമ്മുടെ നാട്ടിൽ കൂണുപോലെ പൊട്ടി മുളക്കുക, ദുരുപയോഗം ചെയ്യുക. ഞാൻ കേൾക്കാറുണ്ട്, ചില ആൾക്കാർ പറയുമ്പോ നിങ്ങൾ വരി, നിങ്ങളെ പ്രശ്നം ഒന്ന് പറയും. പെണ്ണ് പറഞ്ഞു, ആണ് പറഞ്ഞു, അതിങ്ങനെ ഉള്ളിത്തോല് പൊളിക്കാനേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊന്ന് കൂട്ടി മുട്ടിക്കാൻ ഒരാൾ വേണ്ടേ? അത് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറുള്ള ഒരാളെടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ പ്രശ്നമാവട്ടെ, കുടുംബ പ്രശ്നമാവട്ടെ. പണ്ടൊക്കെ നാട്ട് കാരണവന്മാരുണ്ടായിനി, ഇപ്പൊ കാരണവന്മാരില്ല. അതുകൊണ്ട് ഇതാരോടാ പറയേണ്ടത് അറിയില്ല. എന്നിട്ട് ഇങ്ങനെ വീർത്ത് അവസാനം പിരാന്തല്ല. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം കേടുവരാനുള്ളേ, അവര് സംതൃപ്തരാവാതിരിക്കാനുള്ള കാരണം പറയുന്നിടത്താണ് ഈ ലേഖനത്തിൽ ഞാൻ വായിച്ചത്. പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ വീട്ടിലെ ടെലിവിഷനുകളും ആ ടെലിവിഷനുകളിലെ നിരന്തരമായ സിനിമകളും സീരിയലുകളും നമ്മുടെ കുടുംബരംഗത്തുണ്ടാക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് ആ ലേഖനത്തിൽ വായിച്ചത്. എന്താ പ്രയാസം? നിങ്ങൾ സിമ്പിളായിട്ട് എളുപ്പം പറഞ്ഞാല്, ഭർത്താവ് വൈകുന്നേരം 7 മണി മുതൽ അയാൾ ടിവിന്റെ മുമ്പിലാണ്. ഒരു സീരിയൽ കഴിഞ്ഞ് അടുത്തേ വന്ന് തിങ്കൾ മുതൽ വെള്ളി വരെ അങ്ങനെ അയാൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഭാര്യ അടുക്കളയിൽ പൊരിഞ്ഞ പണിയാ. കുട്ടികളുടെ ഡ്രസ്സ് അലക്കണം, നാളേക്ക് വസ്ത്രം ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, പെരും പണി ഓളിങ്ങോട്ട് കുഴങ്ങിക്കണം. ഇയാളാണെങ്കിൽ ടിവിന്റെ മുമ്പ് തന്നെയാണ്. 10 മണിക്ക് ഭാര്യ ഒരുവിധം അടുക്കള വെച്ച് ഒതുക്കിയിട്ട് പുറത്തേക്ക് വരികയാണ്. ഈ ടി വിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിൽ കാണുന്ന പെണ്ണുങ്ങളൊക്കെ പെരും ചുരുക്കേകാരം. 95 വയസ്സ് കഴിഞ്ഞ വല്യമ്മാന്റെയും മൂത്തക്ക് ശരിക്കും നോക്കിയാൽ 18 വയസ്സ് തോന്നും. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മോറൊക്കെ ചൊറുക്കൂട്ടി ഇങ്ങനെ ഉസാറാക്കിയിട്ടല്ലേ. സംഗതി ഒറിജിനൽ അല്ലാന്നും അതൊക്കെ അരഞ്ച് കട്ടിയിൽ പുട്ടിയിട്ട് കാണ്ട് അതിന്റെ മേലെ വൈറ്റ് വാഷ് ചെയ്തിട്ട് ഈ ഭയങ്കര ലൈറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങനെ വല്ലാത്ത ചൊറുക്കിൽ നിർത്തുകയെന്നും ഓരൊക്കെ ശരിക്കും മുഖം കഴുകിയാൽ ഓല അവസ്ഥ വളരെ ദയനീയമെന്ന് നമുക്കറിയാം. എന്നാലും ഈ ചൊറുക്കുള്ള മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇരുന്ന് അവസാനം 10:30 മണിയായപ്പം ഭാര്യ വന്നുകാണ്ട് നോക്കി, നമുക്ക് കിടക്കല്ലേ. മൂപ്പര് പെണ്ണുങ്ങളെ മൂത്തൊക്കെ നോക്കി, കാരൊക്കെ ഉണങ്ങിയമായിരിക്കുന്ന പറഞ്ഞ്. പെട്ടെന്ന് നോക്കിയപ്പോഴേ നോക്കല്ലോ, നിങ്ങൾ ഈ വിമാനം ലാൻഡ് ചെയ്യുമ്പോ അതിന്റെ സൈഡ് വിൻഡോ തുറന്നു വെക്കണം അല്ലെ? എയർ ഹോസ്റ്റർമാർ പറയില്ലേ വിൻഡോ തുറന്നു വെക്കാൻ പറയും. വിമാനം ഇറങ്ങാൻ നേരത്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറയുന്ന കൂട്ടത്തില്, സീറ്റൊക്കെ നേരെയാക്കാൻ പറഞ്ഞ കൂട്ടത്തില് ആ വിൻഡോ ക്ലോസ് ആണെങ്കിൽ തുറന്നു വെക്കാൻ പറയും. എന്തിനാണ് വിമാനത്തിന്റെ ആ വിൻഡോ തുറന്നു വെക്കാമെന്നറിയോ? നമ്മൾ അതുവരെ വിമാനത്തിന്റെ ഉള്ളിലെ വെളിച്ചത്തിലാണ്. അത് കഴിഞ്ഞ് വിമാനം ഇറങ്ങി പെട്ടെന്ന് ഈ പുറത്തെ വെളിച്ചത്തേക്ക് വരുമ്പോഴേ നമ്മളെ കണ്ണിനൊരു പുളിപ്പുണ്ടാവും. അതുകൊണ്ട് വിമാനത്തിന്റെ പുറത്തുള്ള വെളിച്ചം എന്താണ്, അതുമായിട്ട് നമ്മുടെ കണ്ണൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് അത്രേ ഈ വിൻഡോ തുറന്നു വെക്കാൻ പറയുന്നത്. ഇത് അതിനും സമയം കിട്ടിയില്ല. ഈ ടി വിന്ന് എടുത്തുകാണ്ട് നേരെ നോക്കിയത് രാത്രി 6 മണിക്ക് അടുക്കളയിൽ കയറി 10:30 പുറത്തിറങ്ങി ക്ഷീണിച്ച പെണ്ണിന്റെ മുഖത്തേക്കാണ്. മൂപ്പറ മനസ്സിലാകപ്പാടം കേട്ടാ, എനിക്ക് കിട്ടിയ ഒരു സാധനമാണിത്. ഈ ജാതി പെണ്ണുങ്ങൾ ലോകത്തുണ്ടായിരിക്കെ എനിക്ക് കിട്ടിയ കഥയപ്പത്. അന്നത്തെ അന്തി പോയോ? അത് പോയി, അത് കഴിഞ്ഞു.
പിറ്റേതും അങ്ങനെ തന്നെയാണ്. ഇത് ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ. നേരം വെളുത്ത് ഉള്ളതിന്റെ മുമ്പിൽ ഇരിക്കുക, ഓടിപ്പാഞ്ഞ് ഭർത്താവ് വൈകുന്നേരം 6 മണിക്ക് പണിയും കഴിഞ്ഞ് ചീത്തയും കേട്ട് ക്ഷീണിച്ച് വീട്ടിക്ക് കയറി കോളിംഗ് ബെല്ല് അടിച്ചുമ്പോളാ ഇവര് ടിവിന്റെ മുമ്പ് നീക്കണേ. ബന്ധുങ്ങാണ്ട് ഇങ്ങനെ നോക്കുമ്പോ സിനിമയിലും സീരിയലൊക്കെ എന്താ നിങ്ങള് 6 പാക്ക് ബോഡി, 7 അടി വലിപ്പം, അങ്ങനെ ഭയങ്കര കാറിലൊക്കെ അങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ വന്ന് ഇറങ്ങല്ലേ. അതിങ്ങനെ നോക്കിയപ്പോഴാ കറുത്ത ബാഗും തൂക്കി പിടിച്ച് മൈദച്ചാക്കിന് കൈകാലം വെച്ചമാർക്ക് മൂപ്പരുണ്ട് കൊയങ്ങി ഇങ്ങനെ വരുന്നേ. ഓ, എന്താ അവസ്ഥ അല്ലേ, ജീവിതം പോയി. ഇത് ഞാൻ തമാശ രസത്തിന് പറയല്ല, നമ്മുടെയൊക്കെ കുടുംബ ബന്ധത്തിന്റെ ആണിക്കല്ല് അളക്കുന്നുണ്ട്. പിന്നെ ഒത്തുപോണ്ട്, അതൊരു ഒപ്പിച്ചല, പോയിട്ടല്ല, പോട്ടേന്ന് കരുതിയാണ് ഒപ്പിച്ച. 100% തൃപ്തിയായിട്ടല്ല അല്ലേ. ഈ മാധ്യമങ്ങൾക്കൊക്കെ നമ്മുടെ എന്താ മാധ്യമത്തിലൊക്കെ വല്ല പീഡനാല് അതിലിങ്ങനെ ആങ്കർമാർ ഇങ്ങനെ ഓരോരുത്തരെ കടിച്ചു കീറുന്ന കണ്ട ഇവരൊക്കെ പാടെ നന്മയുടെ അപ്പോസ്തലന്മാരാ തോന്നിപ്പോവും. അവരാണ്, അവരുടെ മീഡിയകളാണ് കാര്യമായിട്ട് ഈ പരസ്യങ്ങളും ഇത്തരം ചിത്രങ്ങളുമായിട്ട് ഈ നാട് നശിപ്പിക്കണമെന്ന് അറിയണില്ല. അപ്പോ തിന്മ വളർന്നു വരിക, അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അനുകൂലാകുക, തടയാൻ ആളില്ല, സ്വാഭാവികമായും അങ്ങോട്ട് പോവും. ചെറുപ്പക്കാര് ചോര തളക്കുന്ന കാലത്ത് നന്മ പറഞ്ഞു കൊടുക്കാൻ ആളില്ലെങ്കിൽ എന്താ പരിഹാരം? അതും കൂടി പറഞ്ഞ് നമുക്ക് പോണ്ടേ. എന്താ പരിഹാരം? പരിഹാരമുണ്ട്. പരിഹാരം എന്നത് ധാർമ്മികത തന്നെയാണ്. ആ ധാർമ്മികതയിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു വിളിക്കലാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ജനത ജാഹിലിയ കാലത്തിലെ കാട്ടറബി, ആ കാട്ടറബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുടെ അടയാളങ്ങളായി ഈ ലോകത്ത് മാറ്റിയെടുത്തത് എങ്ങനെയാണ്? നിങ്ങള് പൈസ കൊടുത്തിട്ടല്ല, നല്ല ഡിഗ്രി കൊടുത്തിട്ടല്ല, അവർക്ക് ജോലി കൊടുത്തല്ല. യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു. വയുസക്കീഹിം, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ആ ആയത്തുകളിലൂടെ അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ കിതാബും അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനവും ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിലൂടെ, ആ സംസ്കാരത്തിലൂടെ, ആ കിതാബിലൂടെ ആ ജനത സംസ്കരിക്കപ്പെട്ടു. തന്നെ മാർഗം മനുഷ്യരെ നന്നാക്കാൻ ഈ ലോകത്തുള്ള ഏറ്റവും ശക്തമായ ഒറ്റമൂലി അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. ആ ഖുർആനിന്റെ വഴിയിൽ നമ്മുടെ പുതുതലമുറയെ വളർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അവർ സദാചാരത്തിന്റെ കാവൽക്കാരാകും. അതിന് കൊലയിൽ മരുന്ന് വെച്ചിട്ട് കാര്യമില്ല. ചില ആൾക്കാർ പറയും, ഉസ്താദേ മോൻ ഡിഗ്രിക്കാണ്, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ഓനങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുവോ? നന്നാവൂല, നല്ല പണിയാ ചെറുപ്പത്തില്. അതിനിപ്പോ എന്താ കാട്ടുക? അടക്കുകയാണെങ്കിൽ മടിയിൽ വെക്ക, കവുങ്ങയില്ലേ. പടച്ചോ നമുക്ക് കുട്ടികളെ തന്ന് കവുങ്ങായിട്ടല്ല, അടക്ക പ്രായത്തിലാ, വെറും അടക്കല്ല, കളിയടക്ക, നെക്കിയാ പൊട്ടുന്ന ചെറിയ മക്കള്. പക്ഷേ നമ്മൾ അന്ന് ശ്രദ്ധിച്ചില്ല. നമുക്ക് നമ്മളെ കുട്ടി ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലാത്ത വേറെ ഒരു ചിന്തയില്ല. അതിന്റെ അപ്പുറത്തേക്ക് എൻ്റെ കുട്ടി സ്വാലിഹാവണം, എൻ്റെ കുട്ടി നല്ലോനാവണം, ദുന്യാവിലും പരലോകത്തും എനിക്ക് ഉപകാരപ്പെടുന്ന എൻ്റെ സ്വത്താവണം, നാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടിയാവണം, നാളെ ഞാൻ മരിച്ചാൽ ആ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ കുട്ടിയാവണം എന്നൊക്കെ നമ്മൾ ആരാ ആഗ്രഹിച്ച്? ഇസ്ലാമിൽ അള്ളാഹ് പറഞ്ഞില്ലേ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏത് കാര്യവും നിയ്യത്തനുസരിച്ചാ മുന്നോട്ട് പോവുക. നമ്മളെ കുട്ടിനെ വളർത്താൻ തുടങ്ങിയപ്പോ നമ്മളെ മനസ്സിലെ നിയ്യത്തെന്താ? നമ്മളെ മനസ്സിലെ നിയ്യത്തെന്താ? സ്വാലിഹായ ഒരു മുഅ്മിനായിട്ടാവണം എന്റെ കുട്ടി വളരേണ്ടത് എന്ന് എത്ര ആക്കാ നിയ്യത്തുണ്ടായത്? നമ്മളെ നിയ്യത്ത് വേറെ. പന്തളിക്കാരനാവണം, പാട്ടുകാരനാവണം, സിനിമാ നടിയാവണം, മോഡലാവണം, പൈസക്കാരനാവണം, ആനയാവണം, ചേനയാവണം. ചെറുപ്പം മുതലേ അതേ. അങ്ങനെ തന്നെയാ വളർത്തിയതും, അങ്ങനെ തന്നെ പോയി. നമുക്ക് കിട്ടിയില്ല. മക്കള് കൈവിട്ട് പോയപ്പോഴാ നമുക്ക് സങ്കടം വന്ന്. ഓല് നമ്മളെ അറിഞ്ഞില്ല, നമ്മുടെ സ്നേഹം അറിഞ്ഞില്ല, നമ്മുടെ കൃപ അറിഞ്ഞില്ല. അവസാനം അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായി നമ്മൾ മാറി. സ്നേഹിച്ച ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയ പെൺകുട്ടി
രജിസ്റ്റർ ഓഫീസിൽ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിക്കണെന്ന് അറിഞ്ഞപ്പോഴേ കുട്ടിന്റെ അച്ഛനും അമ്മയും രജിസ്റ്റർ ഓഫീസിലെത്തി. മാളെ കണ്ടിട്ട് കാലത്ത് ഇറങ്ങിപ്പോയതാ. ആകളുടെ കുട്ടിയാ, ഓക്കും വേണ്ടി അവർ ജീവിക്കണേ. രജിസ്റ്റർ ഓഫീസിൽ ചെറുപ്പക്കാരന്റെ അടുത്ത് നിൽക്കണ മകളെ കണ്ടപ്പോ അമ്മക്ക് നിയന്ത്രിക്കാനായില്ല. മകളുടെ കാലിൽ വീട് ചേർത്ത് പിടിച്ച് അമ്മ പൊട്ടിക്കരഞ്ഞ്, മോളെ ഞങ്ങളെ വിട്ടുപോകാൻ തോന്നിയൊരു അനക്കില്ലേ. മകള് ശ്രദ്ധിച്ചതല്ല. അച്ഛനും പ്രസവിച്ചത് മുതലുള്ള കഥനങ്ങളൊക്കെ മകളോട് പറഞ്ഞ് മകള് കേക്കണ്ടേ. അവസാനം രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രാർ ഉണ്ടല്ലോ, അയാൾക്ക് ദേഷ്യം വന്ന് അയാൾ ഈ പെണ്ണിനോട് ചോദിച്ചു, എടി ഈ എന്തൊരു പെണ്ണാ, ഇത് മനുഷ്യനൊന്നല്ലേ, എന്റെ അച്ഛനും അമ്മയിലെ വീണ് കരയണേ, ഈ ഒന്നും കണ്ടില്ലേ. തന്നെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ പെൺകുട്ടി പറഞ്ഞത്രേ, സാറേ ഒരു കൊല്ലായി ഈ ചെറുപ്പക്കാരനെ സ്നേഹിക്കണ്, എനിക്ക് അയാളെ ഒഴിവാക്കാൻ പറ്റൂല. ഇത് കേട്ടപ്പോ ചേമ്പന്തണ്ട് വാടിയതുപോലെ വീണുപോയ തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് വൃദ്ധനായ പിതാവ് പറഞ്ഞു, എടി ഈ കേട്ടില്ലേ, ഒരു കൊല്ലായത്രേ ഇവനോളെ സ്നേഹിക്കണ്, ഓക്കത് മറക്കാൻ പറ്റില്ലത്രേ. അതിനു മുമ്പ് 19 കൊല്ലം ജീവൻ കൊടുത്ത് നമ്മൾ നമ്മുടെ മോളെ സ്നേഹിച്ചിനി, അതോട് മറന്നു. ഒരു കൊല്ലം സ്നേഹിച്ചോൻ ഓക്ക് വലുതത്രേ. ഓള് പോയിക്കോട്ടെ, നമുക്ക് പോവാ, നിനക്ക് ഞാനും എനിക്ക് നീയും അല്ലേ. ഇതാണ് കാലം. അതുകൊണ്ട് ധർമ്മത്തിന്റെ വഴിയിലേക്ക് നമ്മുടെ യുവാക്കളെ എത്തിക്കാൻ അള്ളാഹു നിശ്ചയിച്ചു തന്ന മാർഗമല്ലാതെ വേറൊരു മാർഗമല്ല. ദീനിന്റെ മാർഗത്തിൽ അവരെ വളർത്തണം. ചെറിയ കുട്ടികളാകുമ്പോഴേ അവർക്ക് മതബോധം കൊടുക്കണം. ആ സംസ്കാരത്തിൽ അവരെ വളർത്തണം, അതിൽ അവരെ നിലനിർത്തണം. ആ ജീവിതത്തിൽ നമ്മൾ അവർക്ക് മാതൃകയാവണം, താങ്ങാവണം, തണലാവണം. അവർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. മതപാഠശാലകളിൽ നമ്മുടെ മക്കൾ പഠിക്കണം. ജീവിതത്തിൽ മതത്തിന്റെ മൂല്യങ്ങൾ പകർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോ നമ്മൾ ഇടപെടണം, പറയണം, നിസ്സഹായരാവരുത്. ഞാൻ ഒരു കല്യാണത്തിന് പോയപ്പോ ചില പൈസക്കാരെ കല്യാണത്തിന് പോയിട്ട് പെടലുണ്ട്, നമ്മള് പെട്ടുപോകും. ഞാൻ ചോദിക്കലുണ്ട്, ഇത് നമ്മളെ ആരോ ഉസ്താദാണ്, ഉസ്താദ് നമ്മളെ പള്ളിന്റെ ആളാണൊക്കെ പറയും. പക്ഷെ കല്യാണത്തിന് ചെല്ലുമ്പം വേറൊരു സ്വഭാവിക്കാരം. ഞാൻ ഒരു കല്യാണത്തിന് ചെന്നപ്പോ നിക്കാഹൊക്കെ നടത്തിയിട്ട് ചോറുന്ന VIP പന്തലൊക്കെ ഉണ്ട്. അപ്പൊ ചോറുന്ന നേരത്തെ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയും, ഉസ്താദ് ഞങ്ങൾ പോകുമ്പോഴേ ഇതിലങ്ങോട്ട് മുന്നേ കൂടെ പോകരുത്, ഞങ്ങൾ അവിടെ ഒരു സിംഗിൾ ഗേറ്റ് ഉണ്ട്, അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ കാർ ഇങ്ങോട്ട് കൊണ്ടുവരാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് വന്നതാണ് ആ കല്യാണത്തിന്, എന്തിനാ പറയാൻ പുറത്ത് കൂടെ പോകണം, എന്തിനാ പോയിക്കൂടെ, അല്ല നിങ്ങളെല്ലാം വരെ എഴുതി പറഞ്ഞു. അപ്പൊ എനിക്കെല്ലാം അങ്ങനെയുള്ള ഒരു കാര്യം മാണ്ടാറിനാ ചെയ്യാൻ നമുക്കൊരു പൂതിയാണല്ലോ, ഒന്ന് പോയൊക്കെ തീരുമാനിച്ചു. ഞാൻ ചെന്നപ്പോണ്ട് ഞാൻ നിക്കാതെ നടത്തിയ സ്റ്റേജ് ഇവിടെ ഉണ്ട്, പാവം ചെറിയ സ്റ്റേജ്. അതിൻ്റെ അപ്പുറത്തിൻ്റെ ഒരു സ്റ്റേജ്, ഒരു മൾട്ടി കളർ സ്റ്റേജ് അറില്ലേ, ആ സ്റ്റേജും കൊണ്ട് ഒരു ബൊമ്പിച്ച ഡാൻസ് നടക്കണം. കുട്ടികളൊന്നല്ല, നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുടെ അടിപൊളി ഡാൻസ്. ആൾക്കാരും കിട്ടും കൂടിക്കിട്ട് പുതിയ അവിടെ നട്ടു കുത്തി കിട്ടും. അതാണെങ്കിൽ ഒരു ഭയങ്കര ഇത്ര നീളണ്ട മുറ്റം മുറിച്ച് കിടക്കാൻ. ഞാൻ ആ മുറ്റം മുറിച്ച് പൗതിയൊക്കെ എത്തിയപ്പോണ്ട് അതിൻ്റെ മുമ്പത്തെ ആൾക്കാരൊക്കെ സ്റ്റേജ് മൊത്തം നോട്ടം നിർത്തി ഇന്നെ നോക്കി ഭയങ്കര ചെറി. ഞാൻ അപ്പം അതിന് മാത്രം ചൊറുക്കുണ്ടോ ഇവരൊക്കെ നോക്കാൻ വേണ്ടി? ചൊറുക്കൊണ്ടല്ല. ഞാൻ നിക്കാഹ് നടത്തിയപ്പോൾ പറഞ്ഞിനി, ഇവിടെ ഒരു ഇസ്ലാമിക വിവാഹം നടക്കാൻ പോവുകയാണ്, ഒരു ഇസ്ലാമിക വിവാഹത്തിലാണ് നമ്മൾ പങ്ക്. കാരണം എനിക്ക് പള്ളിക്ക് നിന്ന് കിട്ടിയ വിവരം എന്താ അറിയോ, റമളാനിൽ 1 ലക്ഷം റുപ്യ തരലുണ്ട്, മറ്റേ തരലുണ്ട്, ഭയങ്കര ഉസാറാണ്. അങ്ങനെയാണ് സാധു ഞാൻ വണ്ടി കയറിയത്. അതിൻ്റെ തണി കേട്ട് ഈ തിരുടങ്ങാടി പ്രദേശത്തുള്ളൊരു കല്യാണം തിരൂര് വെച്ച് ഞാൻ നടത്തി. ആ ഹോളിൽ വെച്ച് ഇപ്പോൾ വെച്ചാൽ ആളുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ നെട്ടല പടക്ക. അന്ന് ഞാൻ ഇതേപോലെ പ്രസംഗിച്ച്, അള്ളാന്റെ ദീനന്റെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞേക്ക് ഇവര് പടക്കം പൊടിച്ചു. അപ്പൊ ഇയാള് ഓഡിറ്റോറിയത്തിന്റെ ആള് തടഞ്ഞ് ആ ദേശത്തിന് അടിയിൽ കാർ പാർക്കിംഗ് പോയിട്ട് ഒന്നായിട്ട് പൊട്ടിച്ച് ആൾക്കാരൊക്കെ പേടിച്ച്. ആ ഓഡിറ്റോറിയത്തിന്റെ എന്നെ വിളിച്ചിട്ട് പറയാത്ത നിങ്ങൾ എന്ത് ഇസ്ലാമാണ്, എന്ത് വിവാഹം നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ എന്താണ്, നിങ്ങൾ അയാള് സകല ദേശം എന്നോട് അയാൾ തീർത്ത്. ഞാൻ സൈക്കല്ല കേക്കല്ല എന്താ കാട്ടിന്, നമ്മൾ പറഞ്ഞു പോയില്ലേ. അപ്പോ ഇതാണ് അവസ്ഥ. അപ്പോ ഇത് ഞാൻ പറഞ്ഞു വരാൻ കാരണത്തല്ലേ, ഒരു കല്യാണ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ മോശമാക്കരുത്, നമ്മൾ വരുമ്പോ ഡ്രസ്സും കാര്യമൊക്കെ നീറ്റാവണം, പുൾക്കൈയൊക്കെ വേണം പുതിയ എണ്ണിന് കേട്ടോ. അതില് കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പര് വിളിക്കണതേ, മൗലവി ഫുൾ കൈ അറിഞ്ഞത് നടക്കണില്ല. ഞാൻ കുറെ പറഞ്ഞു നോക്കി, ഫുൾ കൈ നടക്കൂല.
ഉൾക്കൈ നടക്കില്ലെങ്കിൽ ഞാൻ വരുള്ളൂ അറിഞ്ഞ. പിന്നെ മൂപ്പര് പറയണേ അതിനൊരു ഐഡിയ പോലും കണ്ടെത്തിക്കിടാണ്. പകുതി കൈ കുപ്പായം അവിടുന്ന് അങ്ങോട്ട് സ്വർണത്തിന്റെ വളട്ടാ പോലെ എന്ന് ചോദിച്ചിരിക്കണ പറഞ്ഞു. എങ്ങനെയുണ്ട്? ഇതാണ് കാലം. ബാപ്പാക്കും ഉമ്മാക്കൊന്നും കുടുംബത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു സ്വാധീനമല്ല. 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താടാ അതെന്ന് ധൈര്യത്തിൽ ചോദിക്കാൻ ധൈര്യമുള്ള എത്ര ബാപ്പാരും ഉമ്മാരുടെ മുമ്പിലുണ്ട്. പേടിയാണ്. കുട്ടി ഇങ്ങനെ സ്കൂളിട്ട് വരുമ്പോണ്ടല്ലോ ബാപ്പയും മീൻ കൊലയുമെന്ന് നീച്ചിങ്ങനെ നിൽക്കും. ഉമ്മ അവൻ്റെ ബാഗ് വാങ്ങും. ആ പേടിയാ. ആ പേടി ഒരപകടകരമായ അവസ്ഥ ഉണ്ടാക്കിയ. തെറ്റിരുത്താൻ, വേണ്ടാന്ന് പറയാൻ, തെറ്റാന്ന് പറയാൻ ആളില്ല. ബാപ്പിയമ്മ ഇല്ലെങ്കിൽ പിന്നെ ആരാള്? വേറെ ആരുള്ളല്ലോ. ചൊല്ലും ചോറും കൊടുത്താൽ മക്കളെ വളർത്തേണ്ടതാ. ചൊല്ലും ചോറ് എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമല്ല, നല്ല ഉപദേശങ്ങളും നല്ല പാഠങ്ങളും കൊടുത്ത് അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോ നമ്മുടെ തലമുറ പിഴച്ചുകണമെങ്കിൽ, ഞാൻ യുവാക്കളൊക്കെ കുറ്റപ്പെടുത്തില്ല, നല്ല ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഊർജം നൽകുന്ന ഒരു സമ്മേളനമൊക്കെ നടക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ, വളണ്ടിയർമാരൊക്കെ ആയിട്ട് മഴയും പൊടിയും ചളിയുമായിട്ട് കഠിനാധ്വാനം ചെയ്യണം ഒക്കെ ചെറുപ്പക്കാരാ. നമ്മുടെ രാജ്യത്തെ ഒരുപാട് നന്മയുടെ വേദിയിൽ ചെറുപ്പക്കാരാ. പക്ഷേ വഴിമാറിപ്പോയവരുണ്ട്. വഴിമാറിപ്പോകാനുള്ള കാരണം ഒന്ന് നമ്മുടെ അശ്രദ്ധല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ തെറ്റാണ്. അപ്പോ ധാർമ്മികത സമൂഹത്തിൽ നിലനിർത്തണം. മതപ്രസ്ഥാനങ്ങൾക്ക്, ഇവിടെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പരിപാടിയാണിത്. മതപ്രസ്ഥാനങ്ങൾക്ക്, കേരള നേതൃത്വത്തിൽ മുജാഹിദീന് യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കാൻ ISM ഉണ്ട്, വിദ്യാർത്ഥികൾക്കിടയിൽ MSM ഉണ്ട്, ചെറിയ കുട്ടികൾക്കിടയിൽ MSMന്റെ ബാലവേദി ഉണ്ട്, പെൺകുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കാൻ MGM ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കുട്ടികളെ വിടൂല. MSMന്റെ ഒരു യോഗം ഉണ്ട്, നിങ്ങളെ മോനെ പറഞ്ഞേക്കും. അങ്ങനെ തോന്നിയാസത്തിന് മോനെ പറഞ്ഞേക്കൂല. എന്നാ ഗാനമേളക്ക് പറഞ്ഞേക്കും, ഫുട്ബോളിലൊക്കെ പറഞ്ഞേക്കും, MSMന് പറഞ്ഞേക്കൂല. അങ്ങനെ മാട്ടാത്തരൊന്നും പറഞ്ഞേക്കൂല. ദീനിനു വേണ്ടി നമ്മളെ കുട്ടികൾ നോക്കണ്ട. നിങ്ങളെ നാട്ടില് ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? ഓലെ ജീവിതം സേഫേ കാരണം അതൊരു പ്രതിരോധമാണ്. വല്ലാതെ മാണ്ടാത്തരത്തിന് പോകാൻ കഴിയില്ല. ഇപ്പൊ ഞാനൊക്കെ ഒരു സിനിമകളിൽ പോയിട്ടൊരു സിനിമ കാണണമെന്ന് വിചാരിച്ചാല് നടക്കൂല. ടിക്കറ്റിന് വരിക്കുമ്പോ അങ്ങാടെ ബാക്കെന്ന് ഉസ്താദെ ടിക്കറ്റ് ഞാൻ എടുത്തോളോട്ട് പറയും. സംഗതി നടക്കൂല. അപ്പോ ദീനുമായിട്ട് നമ്മുടെ കുട്ടികളെ ചേർത്ത് നിർത്തുക, അതൊരു നല്ല പ്രതിരോധ മാർഗ. പിന്നെ കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ കാണുക. അവരോട് പറയാനും ശിക്ഷിക്കാനും സ്നേഹിക്കാനും നമ്മളെ ഉള്ളൂ. ആ നിലക്കോലെ കൈകാര്യം ചെയ്യാം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിർബന്ധമാക്കുക, ദീന് പഠിപ്പിക്കുക. ദീനിന്റെ മജ്ലിസ് നോക്കിയാൽ ഈ സദസ്സിലൊക്കെ ഇങ്ങനെ നോക്കിയാൽ ശരാശരി സദസ്സിലെ വയസ്സ് 50 വയസ്സേക്കാറ്. അങ്ങനെ ഒന്നും ആകാതെ നമ്മുടെ പരിപാടികളിലേക്ക് ചെറുപ്പക്കാരെ, അതിന് ചെറുപ്പക്കാരെ തന്നെ ഉപയോഗിക്കണം. ചെറുപ്പക്കാരെ കിട്ടണമെങ്കിൽ കാരണവന്മാർ പോയിട്ട് വരിടാറിയാൽ വരൂല. ഓല പ്രായത്തിലുള്ള കുട്ടികൾ പോയിട്ട് വിളിക്കണം പോലെ അപ്പോഴേ അവർ വരുള്ളൂ. ഒരു സ്കൂളിലൊക്കെ ഒരു ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ പഠിക്കണ എത്ര കുട്ടികളുടെ ഈ സദസ്സിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓലൊക്കെ എവിടെയുള്ളത്? ഓലൊക്കെ ഇപ്പൊ TV-യിൽ കളി കണ്ടിട്ടുണ്ടാവും കുറേ കുട്ടികൾ, കുറേ സിനിമ ഉണ്ടാവും, കുറേ റോഡ് സൈഡിൽ വർത്താനം പറയുന്നുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. കുറേ ചെറുപ്പക്കാരൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ പൗരത്വ റാലി ഉണ്ടെന്ന് പറഞ്ഞു കുറേ ചെറുപ്പക്കാർ അതിലാണ്. അത് നന്മയാണ്. അപ്പോ നന്മയുടെ മാർഗത്തിൽ നമ്മുടെ മക്കളെ വളർത്തുക, മതപരമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, മതവുമായി ചേർത്ത് നിൽക്കുക, മതവിദ്യാഭ്യാസം കൊടുക്കുക, ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുക. ധാർമ്മികത ഇല്ലാത്ത ഇടങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ പറഞ്ഞയക്കാതിരിക്കുക. ഇതൊക്കെയാണ് മാർഗം. എല്ലാത്തിനും അപ്പുറം നമ്മുടെ മക്കൾക്ക് വേണ്ടി അള്ളാനോട് മനസ്സറിഞ്ഞ് നെഞ്ചുരുകി, പടച്ചോനെ സാലിഹായ മക്കളായി വളർത്തണേ എന്ന് അള്ളാനോട് നെഞ്ചുരുകി പ്രാർത്ഥിക്കാൻ നമ്മൾ മറക്കാതിരിക്കുക.